അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, സത്യവിശ്വാസി, ഒരു സത്യവിശ്വാസിനി വിപത്തുകൾ അവരുടെ ജീവിതത്തിൽ ശാരീരികമായും സാമ്പത്തികമായും സന്താനങ്ങളിലൂടെയൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ പാപമുക്തരായി അള്ളാഹുവിനെ കണ്ടെത്തും വരെയും എന്നാണ് സൂചിപ്പിക്കുകയുണ്ടായത്. സ്വാഭാവികം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ, പരീക്ഷണങ്ങളുണ്ടാകും. അത് ശാരീരികമായ പ്രയാസങ്ങളാകാം, സന്താനപരമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാകാം, സാമ്പത്തിക തകർച്ചകളിലൂടെയാകാം, ഒക്കെ ആകാം. അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഖദ്ദർ അല്ലാഹു മാഷാ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ബോധ്യത്തോടെ യുക്തിബദ്ധരമായ നിലയിൽ കാര്യങ്ങളെയൊക്കെ സമീപിക്കുകയും ക്ഷമാവലംബയായി അതിനെയൊക്കെ വിജയകരമായി നേരിട്ട് മുന്നേറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ആകുലപ്പെട്ട് വേവലാതിയോടെ ശാപവാക്കുകൾ ഉച്ചരിച്ചും പ്രയാസപ്പെട്ടും കഴിയുന്നൊരു അവസ്ഥ ഒരു സത്യവിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ക്ഷമയോടെ, സഹനത്തോടെ, വിട്ടുവീഴ്ചയോടെ, തന്മയത്വത്തോടെ ഇതിനെയെല്ലാം സമീപിക്കുകയും വിജയകരമായി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ സൗഭാഗ്യകരമായ നിലയിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള ഓരോരോ പാപങ്ങൾ ഇല്ലാതെയായി പോകുവാനും അത് പുറത്ത് കിട്ടുവാനുമൊക്കെ അവസരം ഒരുക്കപ്പെടും എന്നുകൂടിയാണ് ഈ പാഠഭാഗം നമ്മളെ അറിയിക്കുന്നത്. ആകയാൽ സഹനത്തോടെ, ക്ഷമയോടെ നമുക്ക് ഏത് പരീക്ഷണങ്ങളെയും നേരിടുവാനും വിജയം വരിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സൗഭാഗ്യശാലികളിൽ റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.